ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പപ്പായ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ പപ്പായ സ്മൂത്തി പാല് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഇന്ന് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് പകരം വേറെ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചൂടിനും നോമ്പ് തുറക്കൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണ്. അപ്പോൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാൻ എല്ലാവരും വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് പപ്പായ ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു വലിയ പപ്പായയുടെ കാൽഭാഗം വരും. അതുപോലെ തന്നെ പപ്പായ നല്ല പഴുത്തതായിരിക്കണം, അപ്പോഴേ ഇത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പപ്പായ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു റോബസ്റ്റ പഴമാണ്. ഈ ഒരു റോബസ്റ്റയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൂവൻ പഴവും ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കണ്ട. പഴവും അതുപോലെ നന്നായിട്ട് പഴുത്തതായിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും പുളിയില്ലാതെ തൈര് വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് വെള്ളമാണ്. അപ്പം നമ്മൾ തൈര് ചേർത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വെറൈറ്റി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.